ഒരു ദിവസം അവളെന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോവും. ആ തകർച്ചയെന്ന് എന്റെ ഗൗരിമോളെങ്കിലും എനിക്ക് രക്ഷിക്കണം. ആളെ അതിനെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ അടിക്കണ്ട. സമൃദ്ധ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ പോലും ഗൗരിമോളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. അല്ല, ഇത്രയും നാളെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടും അയാൾക്കെതിരെ കോടതിയിൽ കേസ് കൊടുക്കാൻ വരട്ടെ, കുറച്ചുകൂടെ കാത്തിരിക്കുന്നൊക്കെ എന്നെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് ഇപ്പോ എന്നോട് പോലും ചോദിക്കാതെ ഈ കേസ് ഫയൽ ചെയ്യാൻ എന്താ കാര്യം? അത് ന്യായം പോലും നടക്കണമല്ലോ. നീതി ഒരാൾക്ക് മാത്രമുള്ളതല്ലല്ലോ, എല്ലാവർക്കും അത് കിട്ടാൻ അവകാശമില്ലേ? ഇപ്പോഴാണോ വക്കീലിന് ആ ബോധം ഉണ്ടായത്? അതോ ഗുരുവിനെതിരെ കേസ് കൊടുക്കുന്നതിനുള്ള കുറ്റബോധമൊക്കെ മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞോ? ഓർമ്മ തിരിച്ചു കിട്ടിയ അർച്ചനെ വിട്ടുതരാന്ന് ഗൂഗിൾ സാർ തന്നെ നമ്മളോട് വാക്ക് പറഞ്ഞല്ലേ? താനെന്താ പറഞ്ഞേ? അർച്ചനയ്ക്ക് ഓർമ്മ വന്നോ? വക്കീലിനോട് ആരത് പറഞ്ഞേ? അല്ല, അങ്ങനെയല്ല സച്ചി ഞാൻ ഉദ്ദേശിച്ചേ. വക്കീൽ എന്നോട് ഒളിച്ചു കളിക്കരുത്. സത്യം പറ, അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയോ? എന്റെ പൊന്ന് സച്ചി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഗൂഗിൾ സാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നാ ഞാൻ പറഞ്ഞത്. പക്ഷെ നമുക്കിനി എത്ര നാൾ അതിനു വേണ്ടി കാത്തിരിക്കേണ്ടി വരുമെന്ന് വല്ല ഉറപ്പുണ്ടോ? അതാ ഞാൻ പറയാൻ വന്ന്. ഓ, അതായിരുന്നു. എന്തായാലും ഞാനിനി അങ്ങനെ കാത്തിരിക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല. വക്കീല് കേസ് ഫയൽ ചെയ്തോ? ഇനി കോടതി തീരുമാനിക്കട്ടെ എന്തു വേണമെന്ന്. അതന്നെ ഞാനും ഉദ്ദേശിച്ചേ. അർച്ചനയ്ക്ക് ഇന്ന് ഓർമ്മ കിട്ടും, നാളെ ഓർമ്മ കിട്ടുമെന്ന് വിചാരിച്ച് ജീവിതകാലം മുഴുവൻ കാത്തിരിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. സച്ചിയുടെ ജീവിതം മുഴുവൻ ചിലപ്പോ അർച്ചനയ്ക്ക് വേണ്ടി കാത്തിരുന്ന് അവസാനിച്ചാലോ? ഈ ജന്മത്ത് അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും സച്ചി? മരണം വരെ സച്ചിക്ക് കാത്തിരിക്കാൻ പറ്റുമോ? ഇല്ല, ഇനി എനിക്ക് അങ്ങനെ കാത്തിരിക്കാൻ പറ്റില്ല. വക്കീലിന്റെ തീരുമാനം തന്നെ ശരി. ഈശ്വര, ഗൂഗിൾ സാറിനോട് പൊറുക്കട്ടെ. സച്ചി ഇവിടെ ഒരു ഒപ്പിട്. പേന ദാ. എനിക്കറിയാം അർച്ചനയും മോളെയും കണ്ടതിന്റെ ആഘാതം അമ്മയുടെ മനസ്സിനെ എത്രമാത്രം ബാധിച്ചിട്ടുണ്ടെന്ന്. അത് അമ്മയ്ക്ക് താങ്ങാൻ പറ്റുന്നതുമല്ല. അമ്മ അർച്ചനെ കണ്ടില്ലേ, നമ്മുടെ പൊന്നുമോളെ കണ്ടില്ലേ. തൽക്കാലം അത് മതിയമ്മേ. അമ്മയ്ക്ക് ആ കാഴ്ച താങ്ങാൻ കഴിയുന്നില്ല. ഓർക്കും തോറും ചങ്ക് പൊടിയ. നിന്റെ കൈപിടിച്ച് പോകണ്ട എന്റെ മോൾ വേറൊരാളുടെ കൈപിടിച്ച് ആരെ തിരിച്ചറിയാതെ. അമ്മയ്ക്ക് ഓർക്കാൻ കൂടി വയ്യട. മോനെ, ദാ എന്തൊക്കെ സംഭവിച്ചാലും ഇനി താമസിക്കരുത്. എത്രയും പെട്ടെന്ന് അവളെ മോളെ നീ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇനി ആർക്കു വേണ്ടി അവരെ വിട്ടുകൊടുക്കരുത്. അമ്മ വിഷമിക്കണ്ട, അർച്ചനയും മോളെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്റെ കുഞ്ഞുമോളെ ഒന്ന് താലോലിക്കാനോ ഒന്ന് കൊഞ്ചിക്കാനോ പോലും എനിക്കിത് കഴിഞ്ഞില്ലല്ലോടാ.
ഇത്രയും കാലം അമ്മുവിന്റെ ഇന്ദുവിന്റെ കൂട്ടുകാരിയായിരുന്ന കരുതിയത് ആ മോള് നമ്മുടെ പൊന്നുമോളായിരുന്നോടാ. അതേമ്മേ, ഇതൊക്കെ ദൈവം നമുക്ക് അർച്ചനെ തിരിച്ചറിയാൻ വേണ്ടി ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ ഗോകുൽ സാറും കുടുംബം എന്തിനാ ഈ നാട്ടിലേക്ക് വന്നത്? അവർക്ക് മറ്റെവിടേക്കെങ്കിലും പോകാറുന്നില്ലേ? ദൈവം അവരെ ഇവിടേക്ക് കൊണ്ടുവന്നത് അർച്ചനയും മോളെയും നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി തന്നെയാ. അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയാൽ ആ നിമിഷം അവളെ മോളെ ഞാൻ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരും. ഇനി ഉടനെ അതിന് സാധിക്കുന്നില്ലെങ്കിൽ നിയമപരമായി തന്നെ ഞാൻ അവരെ കൊണ്ടുവരും. കോടതി വഴി ഞാനതിന് ശ്രമിക്കുന്നുണ്ട്. മോനെ, നിനക്കൊരു ദിവസം ഗൗരിമോളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുമോ? ഗൗരിമോളെയോ? അതെങ്ങനെയമ്മേ? അത് മോൻ സ്കൂളിലെ എന്തുവിനെ അമ്മനെ വിളിക്കാൻ പോകത്തില്ലേ? അപ്പൊ അവരുടെ കൂടെ മോളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നാ മതി. എടാ, അവളെങ്കിലും ഞാനൊന്ന് അടുത്ത് കണ്ടോട്ടെ, ഒന്ന് താലോലിച്ചോട്ടടാ. അമ്മേ, ഒന്ന് സമ്മതിക്കും മോനെ. അമ്മ വിഷമിക്കണ്ട, നമുക്ക് നോക്കാം. അളിയ, അത് ശരി. അളിയ ഞാൻ വരുന്നതിന് മുമ്പേ തുടങ്ങിയോ? അളിയ, ഇത് ശരിയല്ല. നമ്മൾ കഴിക്കുന്ന ഒരു രസത്തിനാ, അല്ലാതെ ഇതിൽ മുങ്ങിത്താഴാനല്ല. ഇതിൽ കൂടി ഞാൻ എന്ത് മുങ്ങിത്താഴാൻ? ഏത് നിമിഷവും തകർന്ന് തരിപ്പണമാകാവുന്ന ഒരു കുടുംബത്തിനെ ഒന്ന് രക്ഷിക്കാൻ പോലും ആവാതെ ശൂന്യതയിലേക്ക് നോക്കിയിരിക്കുന്നൊരു പമ്പര വിഡ്ഢിയാ ഞാൻ. പിന്നെ എനിക്കെന്ത് താഴ്ചയോ ഉയർച്ചയും. ഈ ലഹരി എനിക്കിപ്പോ ഒരു സമാധാനമാ, ആനന്ദമാ. ഒരു ദിവസം അവളെന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോവും. ആ തകർച്ചയിൽ എന്റെ ഗൗരിമോളെങ്കിലും എനിക്ക് രക്ഷിക്കണം. അളിയ അതിനെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ അടിക്കണ്ട. സമൃദ്ധ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ പോലും ഗൗരിമോളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. അതെങ്ങനെ രാജുവിന് ഉറപ്പിച്ച് പറയാൻ കഴിയും? കഴിയും. എനിക്ക് മാത്രമേ അതിന് കഴിയൂ. എന്റെ അന്വേഷണത്തിൽ ഇന്നൊരു ട്വിസ്റ്റ് ഉണ്ടായി. അതെന്ത് ട്വിസ്റ്റ്?